Hi friends, welcome back to Sharika's vlog. ഞാൻ ഇന്ന് പുതിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെവിടെയും സഞ്ചരിക്കുവാൻ 2 ഡോസ് വാക്സിൻ എടുത്തു എന്ന് തെളിയിക്കുന്ന യാത്രാരേഖ വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു രേഖ ലഭിക്കുവാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. വാക്സിൻ എടുത്തവർക്ക് ഒരു മൊബൈൽ വഴി യാത്രാ പാസ് സ്വയം എടുക്കുവാൻ പറ്റുന്നതാണ്. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ യൂണിവേഴ്സൽ പാസ് കം സർട്ടിഫിക്കറ്റ് ഫോർ ഫുള്ളി വാക്സിനേറ്റഡ് സിറ്റിസൺസ് എന്ന പോർട്ടൽ വഴിയാണ് ഇത് ലഭിക്കുക. ഈ പാസ് msdma.mahait.org എന്ന സൈറ്റിൽ പ്രവേശിച്ച ശേഷം വാക്സിൻ എടുക്കുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ നൽകിയാൽ OTP ലഭിക്കും. ഈ നമ്പർ നൽകിയാൽ 1ഉം 2ഉം ഡോസ് ചെയ്ത വിവരങ്ങൾ ലഭിക്കും. തുടർന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ 24 മണിക്കൂറിനകം ഫോണിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ സർട്ടിഫിക്കറ്റ് ഫോണിലോ മെയിലിലോ സൂക്ഷിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിനായി ആദ്യം തന്നെ ഈ പാസ് msdma.mahait.org എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പേജാണ് ഓപ്പണായിട്ട് വരിക. ഇതിൽ താഴെയായിട്ട് കാണുന്ന യൂണിവേഴ്സൽ പാസ് ഫോർ ഡബിൾ വാക്സിനേറ്റഡ് സിറ്റിസൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തുറന്നു വന്ന പേജിൽ കോവിൻ രജിസ്ട്രേഷൻ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. എന്നിട്ട് സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു പേജാണ് നമുക്ക് ലഭിക്കുന്നത്. വാക്സിൻ്റെ 2ാം ഡോസും കൂടി എടുത്തിട്ട് 14 ദിവസത്തിന് ശേഷം മാത്രമേ പാസ് ഇഷ്യൂ ആവുകയുള്ളൂ എന്ന് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് എത്ര ആളുകളുടെ പേരാണോ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നും ആർക്കു വേണ്ടിയാണോ പാസ് വേണ്ടത് അവരുടെ പേരിന് നേരെയുള്ള ജനറേറ്റ് പാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ അവരുടെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കാണുവാൻ പറ്റും. താഴെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുവാനായിട്ട് ഒരു സ്പേസ് കാണുന്നുണ്ട്. അവിടെ ആർക്കു വേണ്ടിയാണോ പാസ് ജനറേറ്റ് ചെയ്യുന്നത് അവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന കൺഫർമേഷൻ ബോക്സ് കൂടി ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുവാൻ പറ്റും 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പാസ് നമുക്ക് SMS ആയിട്ട് ലഭിക്കും എന്ന്. ഇവിടെ OK എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 24 മണിക്കൂറിന് ശേഷം ഒരിക്കൽ കൂടി ഈ പാസ് msdma.mahait.org എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നേരത്തെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ ഈ പാസിന് വേണ്ടി അപ്ലൈ ചെയ്ത പേരിന് നേരെ വ്യൂ പാസ് അല്ലെങ്കിൽ ചേഞ്ച് ഫോട്ടോ എന്നിങ്ങനെയുള്ള പുതിയ ഓപ്ഷൻസ് വന്നിരിക്കുന്നതായി കാണാം. ഇതിൽ വ്യൂ പാസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പാസിൻ്റെ പേജ് തുറന്നു വരും. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനായി താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ പാസ് റെഡിയായി. 2 ഡോസ് വാക്സിനും എടുത്ത ശേഷം യാത്രാ പാസ് ആവശ്യമായിട്ടുള്ളവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.